ഈ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കൽസ് മസ്റ്റായിട്ടും ഒരു നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും ഈ നെക്സ്റ്റ് ഇനിയും മുതൽ അറ്റൻഡ് ചെയ്യണം എന്നാണ് NB അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ NMC ഒക്കെ പറയുന്നത്. അപ്പം അതായത് അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഫൈനൽ ഇയർ എക്സാം പോസിബിലിറ്റിയാണ് കേട്ടോ. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ കറൻ്റ്ലി FMG എന്ന് പറയുന്നത് ഒരു തിയറി എക്സാം മാത്രമാണ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് 300 കമ്പ്യൂട്ടർ ബേസ്ഡ് 300 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മിനിമം സ്കോർ 160. അപ്പോൾ ഇനിയിപ്പോൾ അത് ഒരു ഫൈനൽ ഇയർ എക്സാം ആകുമ്പോൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് അതൊരു സ്ക്രീനിങ് ടെസ്റ്റും ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിന് അതൊരു ലൈസൻസിങ് എക്സാമുമാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് നമുക്ക് FMGസിനെ സംബന്ധിച്ചിടത്തോളം ലൈസൻസിങ് എക്സാം ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതിന് ശേഷം അവർ ഹൗസ് സർജൻസി ചെയ്യണം. ഇപ്പം ഇതുവരെയിൽ നിന്ന് പാർട്ട് ടൈം ആയിരുന്നു പറഞ്ഞാൽ ക്ലിനിക്കൽസ് കൂടെ വരും. ക്ലിനിക്കൽ എക്സാംസും ഉണ്ടാവാം. വൈവയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐഡൻറ്റിഫിക്കേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കേസ് തന്നിട്ട് പേഷ്യൻറ്റിനെ തന്നിട്ട് ചിലപ്പം അത് ഡയഗ്നോസിസ് പറയാനോ ഒക്കെ ആയിരിക്കും പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ ആയിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ നല്ല ഒരു റിയൽ പേഷ്യൻറ്റിനെ ഇരുത്തിയിട്ടായിരിക്കും ചെയ്യുക. അപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം എങ്ങനെയാണ് NB അല്ലെങ്കിൽ NMC അതിനെ പ്ലാൻ ചെയ്യുന്നതിനുള്ളതിനൊരു വ്യക്തത അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കൽസ് മസ്റ്റായിട്ടും ഒരു കാരണം എന്തായാലും പുറത്തുനിന്ന് വരുന്ന ഇപ്പം നമ്മളിപ്പം ഏത് രാജ്യത്ത് ഇപ്പം നോക്കുവാണെങ്കിലും ഇന്ത്യയുടെ അത്രയും ക്ലിനിക്കൽസ് ഉണ്ടാവില്ല. ഒന്നാമത് ലാംഗ്വേജ് ബാരിയർ ഒരു വലിയൊരു മസ്റ്റായിട്ടൊരു സംഭവമാണ്. കാരണം ഒരു ഡോക്ടർ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ലാംഗ്വേജ് ഒരു മെയിനായിട്ട് സാധനം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോവാം, പേഷ്യൻ്റ് ഒരു ഹിന്ദിക്കാരനാണ്, നിങ്ങൾ മലയാളം സംസാരിക്കണം, എനിക്ക് നെഞ്ചുവേദനയാണ് എന്ന് പറയുമ്പോൾ ആ ഡോക്ടറിന് അത് മനസ്സിലാക്കണമെങ്കിൽ ലാംഗ്വേജ് ഒരു മസ്റ്റായിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ ലാംഗ്വേജ് ബാരിയർ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ച് നല്ലൊരു ക്ലിനിക്കൽ നോളജ് ഗെയിൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് സ്റ്റുഡൻറ്റ് വിൽ ബി അങ്ങനെ ഒരു കാൻഡിഡേറ്റിന് ഈ FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിൻ്റെ ക്ലിനിക്കൽ പാർട്ട് ഈസി ആയിരിക്കും. പക്ഷേ അവിടെ ഈ ലാംഗ്വേജ് ബാരിയർ ഉള്ളിടത്തോളം കാലം ഒരു 50% കുട്ടികൾക്കും ക്ലിനിക്കൽ എക്സ്പോഷർ കുറച്ച് മോശമാണ്.